ഹായ് ഫ്രണ്ട്സ്, എന്നും വൈകുന്നേരത്തെ ഒരു സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് നമ്മളെ പോത്തുകൂട്ടന്മാരെ അഴിക്കാൻ പോണത്. ഞാൻ കൂടെ പോവില്ല, ഇന്നിപ്പോൾ ഞാനും കൂടി അവരെ കൂടെ പോയതാണ് വീഡിയോ എടുക്കാനായിട്ട്. നിങ്ങൾക്കും കൂടി നമ്മളെ വയലും പോത്തുകൂട്ടന്മാരെയും കൂടി കാണിച്ചു തരാൻ. രണ്ടും കൂടി ചെളി കിടന്ന് മറയെ. അതിനിടയ്ക്ക് ആ വയലിൻ്റെ സൈഡ് ആരോ കുപ്പിയോട് പൊട്ടിച്ചിട്ട് മോൻ്റോടെ പറഞ്ഞ് അത് എടുപ്പിച്ച് മാറ്റിയതാണ്. ചെരുപ്പില്ലാതെ ആയിരിക്കും എല്ലാവരും പോത്തിനെയൊക്കെ അഴിക്കാനൊക്കെ പോകുന്നത്. അതുപോലെ ചെയ്ത് എന്നിട്ട് പിന്നെ ഒരു തെറ്റാടി വാങ്ങിച്ചു കൊടുത്തതാണ്. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് അതിൻ്റെ ഒരു ഇത് കാണാം. അത് കഴിയുമ്പോൾ എന്നെ നാശാക്കി തരുമോ വൈ. അതിനിടയ്ക്ക് അപ്പോഴേക്കും ചേട്ടൻ പോത്തിനെയും കൊണ്ട് വന്നു. പിന്നെ ചേട്ടനും മോനും കൂടി അതിനെയും കൊണ്ട് അതുവഴി വന്ന് ഞാൻ വേറൊരു വഴി കൂടിയാണ് കയറിപ്പോയത്. പെട്ടെന്നെത്തി. പിന്നെ ചേട്ടൻ കുളിപ്പിച്ച് അപ്പോഴേക്കും ഞാൻ പോത്തിനുള്ള പുണ്ണാക്കും ഇതെല്ലാം ശരിയാക്കി വെച്ചു. പിന്നെ അവന്മാർക്ക് കൊടുത്ത് കുളിപ്പിച്ച് അപ്പോഴേക്കും നമുക്ക് വിളക്ക് എത്തിക്കാനുള്ള സമയമായി. എൻ്റെ മോനാണ് പൂജാരി. ചേട്ടൻ ഇന്ന് മണിയടിക്കാൻ കയറി. പിന്നെ പൂജയും മണിയടിയുമായിട്ടൊക്കെ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. മോൾ ആ വശത്തോട്ടേ വന്നില്ല. പിന്നെ പൂജയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് നമുക്കിന്ന് ഡയാലിസിസ് ഉണ്ട്. ചേട്ടന് വയ്യ, ഡയാലിസിസ് ചെയ്യണമുണ്ട് ആഴ്ചയിൽ 3. അപ്പം നമുക്ക് നാളെയാണ് ഡയാലിസിസ്. പക്ഷേ വെളുപ്പാൻ കാലത്താണ്. അപ്പം തലേ ദിവസമേ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോകും. ചേച്ചിയൊക്കെയാണ് കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഇനിയിപ്പം വിളക്കൊക്കെ കത്തിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ചേച്ചിയുടെ അവിടെ പോകും. അതിന് തൊട്ട് മുമ്പുള്ള പൂജയാണ് എൻ്റെ മോൻ്റെ. അവനാണ് എന്നും വിളക്ക് എത്തിക്കാറുള്ളത്. വന്നുകൊണ്ടേ കുളിച്ച് വിളക്കൊക്കെ ഒരുക്കി കത്തിക്കണത് അവനായിരിക്കും കൂടുതലും. ഇടയ്ക്കൊക്കെ മാത്രം ഞാനും മോളും. ഇതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു. അതിനിടയ്ക്ക് അവൾ ഓടിച്ച് പഠിക്കുന്നു. ദേവുവിനെ നോക്കിയിട്ട് അവൾ ഓടിക്കളഞ്ഞു. ചേട്ടനൊക്കെ ഫോണിൽ കളിച്ചു ചേട്ടാ. അതിനിടയ്ക്ക് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് പോകണ്ടേ. പിന്നെ പെട്ടെന്നൊക്കെ കഴിച്ചിട്ട് പോകാൻ റെഡിയായി.